ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളീ കാണുന്നത് നല്ലൊരു അടിപൊളി സ്ഥലമാണ്. നല്ല വ്യൂ പോയിൻ്റുള്ള ഒരു സ്ഥലമാണ്. നല്ല വിശാലമായിട്ട് നമുക്ക് കടൽ വരെ കാണാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. എപ്പോഴും നല്ല കാറ്റുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് വെള്ളാണിക്കൽ പാറ എന്നാണ്. ഇവിടെ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പട്ടം പറത്താനുള്ള സൗകര്യമുണ്ട്. ഇവിടെ എല്ലാം പട്ടമൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇഷ്ടംമാതിരി ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ ഇവിടെ പോലീസിൻ്റെ സംരക്ഷണം നമുക്കുണ്ട്. തിരുവനന്തപുരത്തു നിന്ന് വരികയാണെങ്കിൽ 2 വഴി ഉണ്ട്. ഒന്ന് പോത്തങ്കോട് വാവരമ്പലം വഴി നേതാജിപുരം വഴി നേരെ ഈ വെള്ളാണിക്കൽ പാറയിലെത്താം. അത് കഴിഞ്ഞിട്ട് പോത്തങ്കോട് കോലിയക്കോട് വഴി നേരെ വെള്ളാണിക്കൽ പാറയിലെത്താം. ഇതെല്ലാം കൂടെ 5-5.5 കിലോമീറ്ററാണ്. 2 സ്ഥലത്ത് കൂടെ വന്നാലും 5.5 കിലോമീറ്ററേ ഉള്ളൂ പോത്തങ്കോട് നിന്ന്. കൊട്ടാരക്കര വഴി വരികയാണെങ്കിൽ നേരെ വെഞ്ഞാറമൂടുന്ന് ഏകദേശം ഒരു 7 കിലോമീറ്ററുണ്ട്. ആറ്റിങ്ങലിൽ വന്നാലും ആ വഴി വന്നാലും വെഞ്ഞാറമൂട് എത്തിയിട്ട് നേരെ കോലിക്കോട് വഴി ഈ സ്ഥലത്തെത്താവുന്നതാണ്. അതും 7 കിലോമീറ്റർ തന്നെയാണ്. വെഞ്ഞാറമൂടുന്ന് 7 കിലോമീറ്റർ. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അസ്തമയം നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. ആകാശം പല രീതിയിലുള്ള വർണ്ണങ്ങൾ നിറഞ്ഞ ഒരു അടിപൊളി വിഷ്വലാണ് നമുക്ക് കിട്ടുന്നത്. ഇച്ചിരി സൂര്യൻ അസ്തമിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ദൂരെ ലൈറ്റുകളുടെ ഒരു വർണ്ണാഭമായ ഒരു കാഴ്ചയാണ്. അടിപൊളിയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ തന്നെ ഒരുപാട് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് സീരിയലും സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്നിട്ടുണ്ട് ഈ സ്ഥലത്ത്. പുതിയ സിനിമ റാണി ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ സീരിയൽ ചന്ദനമഴ, ബാലഗണപതി ഒക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്. കാഴ്ചയ്ക്ക് നല്ല അടിപൊളിയാണ്. വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. നമുക്ക് മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന ഒരു സ്ഥലമാണ്. ഒരു 5 മണിക്കൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പാറയുടെ മുകളിൽ നമുക്ക് കുറേ നേരം ഇരുന്ന് ആസ്വദിച്ച് നമുക്ക് സൂര്യാസ്തമയം കണ്ടിട്ട് പോകാം. മഴ സമയമാണെങ്കിൽ ഇവിടെ കയറി നിൽക്കാൻ ഒരു സ്ഥലമില്ല. കുടയും കൂടെ കരുതേണ്ടി വരും. ഈ പാറമുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. പിന്നെ ഒരു തമ്പുരാൻ ക്ഷേത്രം. അത് മകരമാസത്തിലാണ് ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. ഇവിടേക്ക് വരുന്ന വഴി ഒന്നുകൂടെ പറയാം. അതായത് തിരുവനന്തപുരത്തു നിന്ന് വരുന്നവർ പിന്നെ പോത്തങ്കോട് എത്തിയിട്ട് നേരെ വാവരമ്പലം എത്തിയിട്ട് വലത്തോട്ട് തിരിയണം. വാവരമ്പലത്തിനും കൂടെ ചേർന്ന് കിടക്കുന്ന റൈറ്റ് റോഡ് കയറി നേരെ നേതാജിപുരം വരണം. നേതാജിപുരത്ത് വന്നിട്ട് അവിടെ നിന്ന് നേരെ വെള്ളാണിക്കൽ പാറ. അവിടെ നിന്ന് 5.5 കിലോമീറ്റർ. അതല്ലെങ്കിൽ പോത്തങ്കോട് നിന്ന് നേരെ കോലിയക്കോട് എത്തിയിട്ട് കോലിയക്കോട് നിന്ന് ഇടത്തോട്ട് തിരിയണം. ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ വരുന്നത് വെള്ളാണിക്കൽ പാറ റോഡാണ്. അതായത് കോലിയക്കോട് നിന്ന് ശാന്തഗിരി റോഡുണ്ട്. അവിടെ കുറച്ച് ദൂരം ഒരു 1/2 കിലോമീറ്റർ വന്നിട്ട് റൈറ്റ് തിരിയണം. റൈറ്റ് തിരിഞ്ഞാണ് വെള്ളാണിക്കൽ പാറയിലോട്ട് പോകുന്നത്. ഈ വെഞ്ഞാറമൂട് നിന്ന് വരുന്നവരും കോലിയക്കോട് എത്തിയിട്ട് വലത്തോട്ട് തിരിയണം. അപ്പോൾ പോത്തങ്കോട് നിന്ന് വരുന്നവർ കോലിയക്കോട് എത്തിയിട്ട് ഇടത്തോട്ട് തിരിയണം. വെഞ്ഞാറമൂട് വരുന്നവർ കോലിയക്കോട് നിന്ന് വലത്തോട്ട് തിരിയണം. വെഞ്ഞാറമൂട് നിന്ന് ഒരു 7 കിലോമീറ്റർ, പോത്തങ്കോട് നിന്ന് 5-5.5 കിലോമീറ്റർ. നല്ല സൂപ്പർ സ്ഥലമാണ് കാണാനായിട്ട്. നല്ല വ്യൂ ആണ്. ദൂരക്കാഴ്ചയുമുണ്ട്. സന്ധ്യ ആയി കഴിഞ്ഞാൽ നല്ല രസമാണ്. മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ സീരിയൽ ഷൂട്ടിങ് നടക്കാറുണ്ട്. വൈകുന്നേരങ്ങളിലും പകലുമായിട്ടൊക്കെ. വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സൂര്യാസ്തമയം നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കാണാം. ആകാശത്ത് ഉണ്ടാകുന്ന ഒരു മഴവില്ലിൻ്റെ രൂപം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. എന്താണെന്നറിയോ, എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആകാശത്ത് കണ്ടോ ചന്ദ്രനെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതാണ് വൈകുന്നേരത്തെ കാഴ്ച.
ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് മഴക്കോള് കൊണ്ട് നിറഞ്ഞ് കിടക്കുകയാണ്. നമ്മളവിടെ നിന്ന് ഇതെടുത്തുകൊണ്ട് നിന്നപ്പോൾ തന്നെ മഴ ഇങ്ങനെ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.